ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. കൽക്കി 2898 AD സിനിമ റിലീസായിരിക്കുകയാണ്. ആക്ച്വലി കുറച്ചായി സിനിമ റിലീസായിട്ട്. ഞാനിപ്പോഴാണ് റിവ്യൂ ചെയ്യുന്നത്, സോറി ഫോർ ദാറ്റ്. അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാഗശ്വിൻ സംവിധാനം ചെയ്ത് പ്രഭാസ് മെയിൻ ക്യാരക്ടറായി വരുന്ന സിനിമയാണ്. ഒരുപാട് സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ ആക്ടേഴ്സ് ഉള്ള ഒരു ഹ്യൂജ് സിനിമയായിരുന്നത്. നമ്മളെ സൗത്ത് ഇന്ത്യ എന്ന് പറയുകയാണെങ്കിൽ ദുൽഖർ, നമ്മൾ കേരളത്തിൽ എന്ന് പറയുന്നത് ദുൽഖർ, അന്നാബൻ, ശോഭന, പിന്നെ കമൽഹാസൻ. നോർത്ത് ഇന്ത്യ അമിതാഭ് ബച്ചൻ, അങ്ങനെ ഒരുപാട് പേര്, ദീപിക പദുക്കോൺ, ഒരുപാടൊരു ഹ്യൂജ് കാസ്റ്റിംഗ് വരുന്ന സിനിമയായിരുന്നു. സോ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊള്ളാം. നമ്മുടെ ഒരു ഇതിഹാസം, നമ്മളൊരു ലെജൻഡറി ഇതിഹാസമായിട്ട് നമ്മൾ കണക്കാക്കുന്ന മഹാഭാരതത്തിൻ്റെ ഒരു ബേസ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. സ്വാഭാവികം സെക്കൻഡ് പാർട്ടുണ്ട്. കമൽഹാസൻ്റെ ജസ്റ്റ് ഒന്ന് ടീസ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും സെക്കൻഡ് പാർട്ടിലായിരിക്കും മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. സോ സിനിമ എൻ്റെ അഭിപ്രായത്തിൽ കൊള്ളാം. അത്യാവശ്യം നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇത് പിന്നെ പ്രഭാസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇത് ടോട്ടലി ഒരു പ്രഭാസ് ഷോ സിനിമയല്ല. എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ളൊരു സ്പേസ് കൊടുത്ത് എല്ലാവരും നല്ല രീതിയിൽ അവരുടേതായിട്ടുള്ള സ്പേസ് കിട്ടിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമ ആക്ച്വലി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൾമോസ്റ്റ് 600 CR ആണ് സിനിമയുടെ ബഡ്ജറ്റ് വരുന്നത്. സോ പിന്നെ ഇത്രയും പേരെ കാസ്റ്റ് ചെയ്യാനും അതിനപ്പുറത്തേക്ക് എൻ്റെ VFX അതൊരു രക്ഷയില്ല. ആക്ച്വലി ഈ 600 കോടിക്കുള്ള ഒരു മുതലുണ്ട് എന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ല VFXും നല്ല വിഷ്വൽസായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ഈ ടൈമാണെന്ന് കാണിക്കാനുള്ള അതൊക്കെ നന്നായി വർക്ക് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം പറയും. താങ്ക് യു.